എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് സ്ഥലം അളക്കണ ഒരു കാര്യമാണ് സർവേ. നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മാപ്പ് ഉണ്ടാക്കി തന്നെ ഒരു ഇതാണ് സർവേ. പക്ഷേ ഇവിടെ വീടുകളുടെ സർവേ എന്ന് പറഞ്ഞാൽ ആ വീടുകളുടെ ആ ഘടന മുതൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ വീടുകളെ പറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ആ വീടുകളുടെ എല്ലാ സ്ട്രക്ചറിലടക്കം ബേസ് അടക്കം കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ സർവേ എന്ന് പറയുന്നത്, ഹൗസിൻ്റെ സർവേ UK-യിൽ. അപ്പോൾ അത് നമ്മൾ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടിയായിട്ട് ഒരു കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏത് റിയൽ എസ്റ്റേറ്റുകാരായിട്ടാണോ ബന്ധപ്പെടുന്നത് അവരോട് പ്രത്യേകം ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ അവരെ അറിയിക്കുക, ഞങ്ങൾ ഈ വീട് സർവേയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വീട് മേടിക്കുകയുള്ളൂ. ഇപ്പോൾ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും, ഇപ്പോൾ പുതിയ വീടാണെങ്കിലും അതിൽ ഒരുപാട് എന്താ പറയുക, ആ വീടുകൾ പണിതയിൽ ഒരുപാട് ന്യൂനതകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം പറയാം, ഈ റിയൽ എസ്റ്റേറ്റുകാരോട് പറയാം, ഞങ്ങൾ സർവേയുടെ ഫലം വന്നിട്ടാണ് ഞങ്ങൾ ബാക്കിയത്തെ പർച്ചേസിങ് പ്രൊസീജിയറിലേക്ക് പോകൂ എന്നുള്ളത് പ്രത്യേകം പറയുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവർ സെയിൽസ് എഗ്രിമെൻ്റ് ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ, ഇപ്പോൾ നമ്മൾ ആ ഒരു വില പറയുമ്പോൾ ആ വില നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ചും കൂടെ നെഗോഷിയേറ്റ് ചെയ്ത് ആ വില കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ പറയുന്ന ആ വിലയ്ക്ക് ഒത്ത് ഒരു സെയിൽസ് എഗ്രിമെൻ്റ് തരും. ആ സെയിൽസ് എഗ്രിമെൻ്റ് ആക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ സർവേ ഫലത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം മേടിക്കുള്ളൂ എന്നുള്ള കാര്യം പറയുക. പിന്നെ സർവേ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, സർവേ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് തരും. ഇപ്പോൾ സർവേയിൽ അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്ലോറിങ്, അതുപോലെ അതിൻ്റെ ഭിത്തികൾ, അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻസ് കാര്യങ്ങൾ, അതിൻ്റെ വയറിങ് കാര്യങ്ങൾ, അതുപോലെ ഈ ബോയിലറിൻ്റെ പൈപ്പുകളടക്കം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ബോയിലർ ഗ്യാസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യും. പിന്നെ വീടിൻ്റെ ബാക്ക് യാർഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതുപോലെ റൂഫിങ് മെയിനായിട്ട് തന്നെയാണ്. അപ്പോൾ റൂഫിങ്ങിൻ്റെ ആ ഓടിൽ എന്തെങ്കിലും വിള്ളലുകളുണ്ടോ, ആ വിള്ളലുകളിൽ നിന്ന് വെള്ളം വീണ് മച്ചിൻ്റെ മുകളിലേക്ക് വീണ് മച്ചിൻ്റെ അവിടെ എന്തെങ്കിലും പായലോ പൂപ്പലോ കാര്യങ്ങളോ ഉണ്ടോ, ഓടിൻ്റെ ആ എന്താ പറയുക, പായലോ പൂപ്പലോ വന്നിട്ട് ഓടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി സർവേയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഇപ്പോൾ UK-യിൽ ഒരു വീട് മേടിക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പഴയ വീട് ആണ് മേടിക്കണമെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു തറോ സർവേ നടത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ സർവേയുടെ ഓരോ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വീടിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് സർവേയുടെ റേറ്റ് വരുന്നത്. അതിപ്പോൾ 200 മുതൽ ഒരു 1000 പുറത്ത് വരെ, 1000 പൗണ്ടിന് പുറത്ത് വരെ വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഓരോ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും അടിസ്ഥാനത്തിലാണ് സർവേയുടെ ഇത് വരുന്നത്, ചാർജ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ സർവേനെ പറ്റി പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രത്യേകം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുവാനും ഇതാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.